റൂബി റൂബി എന്താ അമ്മ? നീ എന്താ കിടക്കാൻ പോയാ? നല്ല വെയിലുണ്ട്. ഞാൻ കുറേ തുണികളുണ്ട് അലക്കല്ലേ കൊണ്ട് വെച്ചേക്കുന്നു. പോയി അതങ്ങ് അലക്കിയിട്. അതങ്ങ് വാഷിംഗ് മെഷീൻ ഇട്ടാ പോരെ? ഇവിടെ മെഷീനിലൊന്നും ഇട്ടല്ല അലക്കുന്നത്. അലക്ക് കല്ലിലാ. ചെല്ല് കൊണ്ടുപോയി അലക്ക്. ഒരു വാഷിംഗ് മെഷീൻ പോലും വാങ്ങാൻ സമ്മതിക്കത്തില്ല. കല്ല് അലക്കി കൊടുക്കണം. ഒത്തിരി ഉണ്ടല്ലേ. എന്തായാലും അലക്കാം. വെറുതെ കിടന്ന് എല്ലാം കൂടെ പറക്കിക്കൊണ്ട് വരാൻ തോന്നും. എന്ന് തീരെ എൻ്റെ നടുവും കഴിക്കുന്നു. തുണിയൊക്കെ അലക്കി കഴിഞ്ഞാ? എല്ലാം അലക്കി കൊണ്ടിട്ടേക്കുന്നല്ലേ. അടുക്കള ജോലിയും കഴിഞ്ഞാ? എവിടെ പോയി? ഉച്ചയുറക്കത്തിന് കയറിയാ? ഉച്ചയുറക്കം ഉച്ചയുറങ്ങുന്ന വീട് മുടിഞ്ഞു പോവും. അങ്ങനെ വിട്ടാൽ പറ്റത്തില്ല. ഇനി എന്താ ഉണ്ട് പണി കൊടുക്കാൻ? എൻ്റെ ബെഡ്ഷീറ്റ് എടുത്ത് കൊടുക്കാം. ഇന്നലെ അലക്കിയതാ. ഇന്നോട് അതങ്ങ് കൊടുക്കാം. വെറുതെ കിടന്ന് സൂഹിക്കണ്ട. റൂബി റൂബി നീ എന്താ ഉറക്കോ? എന്റെ പണിയെല്ലാം തീർത്തിട്ടാ ഞാൻ ഇങ്ങോട്ട് മുകളിലോട്ട് വന്നേ. നീ എന്റെ ബെഡ്ഷീറ്റ് കഴുവാഞ്ഞെന്ത്? അവിടെ കല്ലിന്റെ മുകളിൽ ഇരുന്നല്ലേ, അത് മാത്രം മാറ്റി വെച്ചിരുന്നാ? അതാ വരുന്ന. അതും കൂടെ അങ്ങ് പോയി കഴുകിയിട്. രാത്രി പുതയ്ക്കാനുള്ളതാ. കല്ലിന്റെ മുകളിൽ ഇരിക്കുക. വരുന്നതിന് മുമ്പ് കല്ലിൽ കൊണ്ട് വെച്ചേക്കാം. ഏത് ബെഡ്ഷീറ്റ് കഴുവാൻ? ഞാൻ എല്ലാം കഴുകി ഇട്ടിട്ടല്ലേ എല്ലാ ജോലിയും ഒതുക്കിയിട്ടാ മുകളിലോട്ടൊന്ന് നട നിവർക്കാൻ വേണ്ടി പോയത്. എനിക്കിട്ട് പണി തരുമോ? ബെഡ്ഷീറ്റ് ഒന്നും അവിടെ ഞാൻ കണ്ടില്ലായിരുന്നല്ലേ. എന്തോ കട ഫോണല്ലേ ഇരിക്കുന്നത്. ലോക്ക് ഇയാൾ ഇത്തരക്കാരനായിരുന്നു. എന്തോ വന്നത്? ഇങ്ങനെ വിട്ടാ പറ്റത്തില്ല. ഞാൻ തന്നെ ഇവർ പറയുന്ന എല്ലാം കേട്ട് ഇവിടെ കിടക്കുന്ന. എൻ്റെ പണി തുടങ്ങിയേ പറ്റൂ. അപ്പൊ ഇപ്പൊ തൊട്ടാവാം. എനിക്കിട്ട് പണി തരാനുള്ള അത് തന്നെ അല്ലേ. ഇത്രയും വാരി അലക്കാൻ കൊണ്ടുവച്ച് ജോലിയെല്ലാം തീർത്തൊന്ന് കിടക്കാൻ പറഞ്ഞു പോയതാ ഞാൻ.
ഇപ്പം അലക്കി കൊടുക്കാം. നല്ല പോലെ അലക്കി കൊടുക്കാം. അവരെ ഷീറ്റല്ലേ, ഇതിൽ തന്നെ കിടക്കാം. ഇതിൽ തന്നെ ഇനി ഇവർ അലക്കിക്കുന്നതെന്ന് കാണണമല്ലോ. ഹലോടേ, നീ ഇന്നലെ വിളിച്ചോ? ഫോൺ എടുക്കാറുണ്ട്. ഇപ്പം വീട്ടുകാരെങ്കിലും ഉണ്ടാ? നടുവൊക്കെ പോയി ജോലി ചെയ്ത്. ഞാൻ വരട്ടെ? എവിടെ പോയി? ആടേ, ഞാൻ അയച്ച പൈസ കിട്ടിയ എനക്ക്? ഇനി കുറച്ച് പൈസ എൻ്റെ ഉള്ളു കേട്ടാ. നിനക്ക് വേണേ പറഞ്ഞോ, ഞാൻ അയച്ചു തരാം. ആരെ വിളിക്കുന്നു? നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം പോയാണൊക്കെ ഒരു ട്രിപ്പ് പോയാലോ? 2 ദിവസത്തേക്ക്. ആരും അറിയത്തില്ല. ഓ, അത് ഞാൻ ഇവിടെ അടുത്ത് ഞാൻ കൂട്ടുകാരൻ്റെ കൂടെ പോയെന്നുണ്ടെങ്കിലും അങ്ങ് പറയാം. ശരിയെങ്കിൽ നീ ശരി എന്നാൽ നീ വാട്സാപ്പിൽ മെസ്സേജ് ഇടേ. നീ എപ്പോഴും വിളിക്കണ്ട ഇങ്ങോട്ടെ. അവൾ ഫോണൊക്കെ എടുത്ത് കണ്ടാലേ. ശരിയെങ്കിൽ അപ്പം നിനക്ക് വരാൻ പറ്റത്തില്ല അല്ലേ? ശരി. അവൾ പോയി. ഇനി ആരുണ്ട് വരാൻ? ലെസിയെ വിളിക്കാം. ഹലോ ലെസി. നീ എന്താടേ വിളിക്കാത്ത തന്നെ? എനിക്ക് അങ്ങോട്ട് എപ്പോഴും വിളിക്കാൻ പറ്റുമെന്ന് നിനക്ക് അറിഞ്ഞൂടെ? നീ ഫ്രീ ആണോ? അല്ല, നീ ഫ്രീ ആണോ? അത് പറ. ഓക്കെ. അയ്യേ, അപ്പോഴേ നമുക്ക് 2 ദിവസം ഒരു ട്രിപ്പ് അങ്ങ് പോവാം. നമുക്ക് അന്ന് പോയാണൊക്കെ അടിച്ച് പൊളിച്ചിട്ട് വരാം. ഓക്കെ അല്ലേ? ശരി, എന്നാൽ എപ്പോഴും പോകാൻ ഞാൻ ഫിക്സ് ചെയ്യാം. രാത്രി വിളിക്കാം. ഓക്കെ? അയ്യേ, അയാൾ ഇത്രക്കാരനാണോ? നീ വിളിക്കണ്ട. നീ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ? അപ്പോൾ ഓക്കെ, ഫിക്സ്. ഓക്കെ. അങ്ങനെ വിട്ടാൽ പറ്റത്തില്ലല്ലേ? അപ്പോഴെന്തായാലും അടിപൊളി. 2 ദിവസം അടിച്ച് പൊളിച്ച് തകർത്ത് വരും ഞാൻ. കറങ്ങാൻ പോകാൻ പറ്റിയ സാധനം. നാട്ടിൽ നിൽക്കുമ്പോൾ ഞാൻ രാജാവ്. അവള് രാത്രി വിളിക്കും. അടിപൊളി. താത്തായൊന്ന് വിളിച്ചു നോക്കട്ടെ. അവളുടെ അടുത്ത് എന്താ ചോദിക്കും ഇനി? ഇക്ക എവിടെ പോന്ന്? ഞാൻ ജംഗ്ഷൻ വരെ പോകുന്നു. എന്ത് റൂബി? നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും കാണുന്നില്ലേ?
നിങ്ങൾ ഉമ്മ എന്നെ ഇരിക്കാൻ പോലും സമ്മതിക്കാതെ രാവിലെ തൊട്ട് രാത്രി വരെ കിടത്തി ജോലി ചെയ്യുന്നത്. എൻ്റെ കാര്യമൊന്നും അന്വേഷിക്കുന്നില്ല. ഒരു കുന്ന് തുണിയായിരുന്നു രാവിലെ എടുത്തോണ്ട് വെച്ചത്. അതെല്ലാം അലക്കി കഴിഞ്ഞ് പിന്നെ ബെഡ്ഷീറ്റ് കൊണ്ട് വെച്ചേക്കുന്നു. അതിന് ഞാൻ പണി ഞാൻ കൊടുത്തിട്ടുണ്ട്. ഉമ്മ പറയുന്നതൊക്കെ നീ കേട്ടാ മതി. എന്നെ കൊണ്ട് പറ്റുന്ന കണക്ക് ചെയ്യാൻ പറ്റൂ. എനിക്ക് തന്നെ ഉമ്മായ പേടിയാ. അത് കൊള്ളാല്ലേ എന്ന് പറഞ്ഞ് നീ ഉമ്മ പറയുന്ന അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അങ്ങ് നില്ല്. കാര്യമേ, ഇത് ഉമ്മാടെയാണ്. ഉമ്മ നമ്മളവിടെ നിന്ന് അടിച്ചിറക്കിയാലേ നമ്മൾ വഴിയാധാരമാവും. അവർ പറയുന്ന എല്ലാം കേട്ട് ഞാൻ, നിങ്ങളുടെ സപ്പോർട്ടും എനിക്കില്ലേ? പിന്നെ ഉമ്മ എന്താണ് പറയുന്നതെന്ന് പറഞ്ഞാൽ അത് കേട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിന്നാ നിനക്ക് നല്ലത്. നീ എന്താന്ന് വെച്ചാ ചെയ്. ഞാൻ ജംഗ്ഷൻ വരെ ഒന്ന് പോയിട്ട് വരട്ടെ. അല്ല കെട്ടിയോ, ഇങ്ങോട്ട് വാ, നിങ്ങൾക്കും പണി ഞാൻ തരും. പോയിട്ട് വാ, ഇതിനെല്ലാം ഞാൻ പകരം ചെയ്യും. എന്താ ചെയ്യും? ഉമ്മായ്ക്കും മോനിക്കും ഇന്ന് രാത്രി പണിയുണ്ട്. വാ, പോയിട്ട് വാ. ഇതെല്ലാം അടുക്കി പറക്കി വെക്കണം. തുണിയൊക്കെ പറക്കോട്ട് വന്നോ? എൻ്റെ തുണികൾ മടക്കി അങ്ങ് റൂമിൽ വെച്ചേരാ. ഉമ്മാടെ തുണികളാ? അതെല്ലാം ഞാൻ ഉമ്മാടെ റൂമിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. മടക്കിയിട്ടൊന്നുമില്ല. അതൊക്കെ ഉമ്മ അങ്ങ് മടക്കിയാൽ മതി. ഉമ്മാടെ കഴിക്കുന്ന ഒരു കുഴപ്പമില്ലല്ലേ, അങ്ങ് മടക്കിയാൽ മതി. ബെഡ്ഷീറ്റ് അത് ഇല്ലല്ലേ? ബെഡ്ഷീറ്റ് എടുത്തില്ലേടേ? പിന്നെ തന്ന ബെഡ്ഷീറ്റ് അല്ലേ അത്? പുറത്ത് കിടക്കുമ്മ, ഞാൻ എടുത്തില്ല. പുറത്ത് കിടക്കുന്ന ഞാൻ പോണോ എടുക്കാൻ? അല്ല, ഉമ്മയുടെ കാലിനൊന്നും ഒരു കുഴപ്പമില്ലല്ലേ അമ്മ? ഒന്ന് പോയി എടുത്തിട്ട് വാ. എനിക്കാണെങ്കിൽ ഇവിടെ ശരിക്ക് പണിയുണ്ട്. ചെല്ലപ്പോ ഉമ്മ പോയിട്. തമ്പ്രാട്ടി പറയുന്ന കേക്കണം. ഇപ്പൊ എൻ്റെ ആവശ്യമായി പോയില്ലേ. എന്താ നനഞ്ഞ്? അയ്യേ, എന്ത് ചെളിയൊക്കെ പറ്റിയിരിക്കുന്ന. ഇവിടെ എന്താ കഴുകിയില്ലേ? ഡി റൂബി, ഇത് നീ കഴിയില്ലേടി? ചെളിയൊക്കെ പറ്റിയിരിക്കുന്ന. ആ തറയെല്ലാം വീണുപോയി കാണുമ്മ. ഞാൻ അലക്കിയിട്ടായിരുന്നു. ഇന്നെ കഴുകാനല്ലേ ഏൽപ്പിച്ചത്? ശരി, ചെളിയായിട്ട് കിടന്ന് കഴിയില്ലേ? പട്ടിയോ പൂച്ചയോ എല്ലാം വന്ന് കടിച്ചെടുത്തായിരിക്കും. ഉമ്മ ഇന്നല്ല ഞാൻ അലക്കി തന്ന ബെഡ്ഷീറ്റ് അല്ലേ അത്? അത് ഇന്നും അലക്കണമെന്ന് പറഞ്ഞാ ഞാൻ അലക്കിയിട്ട് എന്തായാലും. അമ്പടി കേമിയെ കൊള്ളാല്ലേ. ഉമ്മയ്ക്ക് അത്രയ്ക്ക് വൃത്തി വേണമെങ്കിൽ ഉമ്മ ഒന്നുകൂടെ കൊണ്ടുപോയി ഇന്നങ്ങ് അലക്ക്. അല്ലെങ്കിൽ നാളെ അലക്കിയാൽ മതി. ബെഡ്ഷീറ്റ് അല്ലേ ഇരിക്കുന്നത് അലമാരയില്, അതൊരെണ്ണം എടുത്തിട്. ഞാൻ ചെളിയായിട്ടല്ലേ തന്നത്? നീ പിന്നെ ഇത് എന്താ ഇത്? പിന്നെ ഇങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ അലക്കണമെങ്കിൽ ഉമ്മ ഒരു വാഷിംഗ് മെഷീൻ വല്ലതും വാങ്ങിയിര്. എന്നെ കൊണ്ട് വീട്ടു ജോലിയും ഇതും എല്ലാം കൂടെ ഒന്നും നടക്കത്തില്ല. അല്ല, അത്രയ്ക്ക് നിർബന്ധമായിരുന്നെങ്കിൽ ഉമ്മായിക്ക് ആരോഗ്യത്തിനൊന്നും ഒരു കുഴപ്പമില്ലല്ലേ. ഉമ്മ തന്നെ അങ്ങ് അലക്കിയാൽ മതി. ഉമ്മയുടെ കാര്യങ്ങളൊക്കെ ഉമ്മ തന്നെ അങ്ങ് നോക്ക്. എന്നെ ഇവിടെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നത് ഉമ്മയുടെ കാര്യം നോക്കാനല്ലല്ലോ. ഞാൻ ഈ വീട്ടിലെ കാര്യങ്ങളും നോക്കുന്നുണ്ട്, എൻ്റെ ഭർത്താവിൻ്റെ കാര്യങ്ങളും നോക്കുന്നുണ്ട്.
ഇനി ഉമ്മാടെ എല്ലാ കാര്യവും നോക്കണമെന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാ. ചേട്ടത്തി അങ്ങനെ ആയിരുന്നു കാണും, പക്ഷെ ഞാൻ അതല്ല. അത് ഉമ്മ മനസ്സിലാക്കിയ ഉമ്മായിക്ക് കൊള്ളാം. ഇവളൊരു നടക്കൊന്നും പോകത്തില്ല.